പദ്ധതി പ്രദേശത്ത് നാശനഷ്ടമുണ്ടാക്കിയ സ്വകാര്യ വ്യക്തിക്കെതിരെ നഗരസഭാ അധികൃതർ പോലീസിൽ പരാതി നൽകി. MC റോഡിൽ കാലിക്കറ്റ് കവലയ്ക്ക് സമീപം പ്രവർത്തിച്ചുവരുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായുള്ള ശുചിമുറികളിലെ ടാപ്പുകളും ബൾബുകളും ഊരിമാറ്റുകയും സാമൂഹിക മാധ്യമങ്ങൾ വഴി നഗരസഭയെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിച്ച കൂത്താട്ടുകുളം സ്വദേശി ജിബി ജോർജിനെതിരെയാണ് നഗരസഭാ ചെയർപേഴ്സൺ കലാരാജു കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളത്. വരുന്ന അമ്മിണികുമാരൻ എന്ന വ്യക്തിയെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പണി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഒരു സ്ത്രീകളുടെ വിശ്രമ കേന്ദ്രത്തിനകത്ത് ഈ റെസിഡൻസിനെ ബേസ് ചെയ്യുന്ന ഒരു ജിബി എന്ന് പറയുന്ന ആള്, പുള്ളിക്ക് എന്താണ് ഇവിടെ റോളെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഇവിടെ ഈ വാർഡിൽ കൗൺസിലറുണ്ട്, അല്ലെങ്കിൽ നഗരസഭയിൽ ആൾക്കാരുണ്ട്, ഹെൽത്ത് വിഭാഗമുണ്ട്, അങ്ങനെ എല്ലാ വിഭാഗങ്ങളും നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ജിബി എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താണ് ഇതിലെ പ്രത്യേക താല്പര്യം എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ ഈ പൈപ്പുകൾ പുറത്തു നിന്ന് ഈ വെള്ളം വരുന്ന സമയത്ത് ടാങ്കി നിറച്ച് കിടക്കുന്ന വെള്ളം ഇതിന്റെ പുറത്തൊരു ടാപ്പുണ്ട്. ആ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തേക്ക് വെള്ളം വരണമെങ്കിൽ 2-3 ദിവസം ആകും. വാട്ടർ അതോറിറ്റിയുടെ അത് അങ്ങനെയാണല്ലോ, സിസ്റ്റം അങ്ങനെയാണല്ലോ. 2-3 ദിവസം കഴിഞ്ഞ് പിന്നെ വരാം. പക്ഷേ ഈ ടാപ്പ് എപ്പോൾ ടാപ്പ് വെച്ചാലും അത് അല്ലിപ്പൊട്ടിച്ച് കളയുന്നു. അപ്പൊ ഈ ജീവി 24 മണിക്കൂർ ഇവിടെ ഉണ്ടെങ്കിൽ ഈ ടാപ്പ് പൊട്ടിച്ചത് ആരാന്ന് ആ വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാമായിരിക്കുമല്ലോ. അപ്പം ഇതിന്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയണം. അതുപോലെ ഈ അമ്മിണികുമാരൻ എന്ന് പറയുന്ന വ്യക്തിയെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇന്നലെ വൈകുന്നേരവും ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു. വനിതാ വിശ്രമ കേന്ദ്രത്തിൽ എന്താണ് നിങ്ങൾക്ക് പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇറയത്തല്ലേ നിൽക്കുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മൾ അവരെ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടില്ല. അതിന് തൊട്ടപ്പുറത്ത് നമ്മളൊരു കുടുംബശ്രീയുടെ ഒരു ഷോപ്പുണ്ട്, അവരിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങൾ അതിനൊക്കെ ഒരു വ്യക്തത വേണം. അതിന് നമ്മൾ അടിയന്തരമായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം നമ്മളിത് മുന്നോട്ട് പോകും. ടേക്ക് എ ബ്രേക്ക് എന്തായാലും നിർത്തിക്കളയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ടേക്ക് എ ബ്രേക്കിൽ അസമയങ്ങളിൽ കടന്നുകയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ഇത് ചോദ്യം ചെയ്ത് ജീവനക്കാരെ അസഭ്യം പറയുകയും ചെയ്തിട്ടുള്ളതായും നഗരസഭാ ശുചീകരണ തൊഴിലാളിയും പറഞ്ഞു. അപ്പൊ ഞാൻ ടൗണിൽ പോയിച്ചില്ല പോകുമ്പോ അവര് തങ്കയുടെ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചാൽ ജീവിക്കുന്ന പെണ്ണുങ്ങളെ കാര്യം ചോദിച്ചു. അന്നേരം നിന്റെ കാമൂരും ഇവിടെ ഉണ്ട് പറഞ്ഞു. എന്റെ കാമൂരും അവിടെ നിന്ന് കാണിച്ചത് എന്റെ കാമൂര് ഏതാന്ന്. ഇങ്ങനെയാണ് ജോലിക്കാരത്തിയോട് പെരുമാറുന്ന രീതി. ജോലി ചെയ്യാനുള്ള എനിക്കതാണ് ജീവിത പേടിയാ. ഞാൻ തന്നെ കിടക്കണം. അവനങ്ങനെ വന്ന് എന്നെ വല്ല ചെയ്യാൻ എനിക്ക് പേടിയാണ്. നമ്മൾ പരാതി കൊടുത്തിട്ടില്ലേ? റെസിഡൻസ് അസോസിയേഷന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കലാരാജു, വൈസ് ചെയർമാൻ PG സുനിൽകുമാർ എന്നിവർ പറഞ്ഞു. ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ 1-2 വ്യക്തികളുടേതോ അല്ല. ഇവിടെ ഒരു സമരമൊക്കെ നടക്കുകയുണ്ടായി. ഒരു ജനകീയ പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി സമരം നടത്തുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ഒപ്പം തന്നെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളെ ഒരു മോശപ്പെട്ട വിധത്തിൽ ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല. കൂത്താട്ടുകുളം നഗരസഭയുടെ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്നത് ഇവിടെയുള്ള കൗൺസിലർമാരുടെയും മുഴുവൻ കൗൺസിലർമാരുടെയും ഭരണസമിതിയുടെയും ഒക്കെ കൂട്ടായ പരിശ്രമം, ഈ ജനങ്ങളുടെ കൂട്ടായ പരിശ്രമം കൊണ്ടുണ്ടായതാണ്. ഈ ടേക്ക് എ ബ്രേക്കിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ വഴിയാധാരമാക്കാൻ, അവരുടെ ജോലി നഷ്ടപ്പെടുത്താനും അതുപോലെ തന്നെ നഗരസഭയെ പാകടിച്ച് കാണിക്കാനും വേണ്ടിയാണ് ചില സാമൂഹ്യ വിരുദ്ധരായ ചില ആളുകൾ ഇപ്പോൾ ഈ ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇവിടുത്തെ വെള്ളം മുഴുവൻ തുറന്നുവിട്ട് പൈപ്പ് ടാപ്പൊക്കെ മോഷണം ചെയ്തുകൊണ്ട് പോയത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൂത്താട്ടുകുളം നഗരസഭയിൽ ഭരണമാറ്റം വന്നതിന് തൊട്ട് പിന്നാലെയാണെന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ കാര്യം. ഇത്ര മോശപ്പെട്ട വിധത്തിൽ, ഇത്ര ചീത്ത രീതിയിൽ ഒരു ഭരണസമിതിയെ നേരിടാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാരാണെങ്കിലും ശരി, അവർക്ക് കാലം മാപ്പ് കൊടുക്കില്ല എന്ന കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ടേക്ക് എ ബ്രേക്കിംഗ് നടത്തിപ്പിന് ആവശ്യമായ ജലലഭ്യതയും തൊഴിലാളികളുടെ സേവനവും നഗരസഭ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 2 ദിവസങ്ങൾ കൂടുമ്പോഴാണ് നിലവിൽ ടേക്ക് എ ബ്രേക്കിലേക്ക് വെള്ളമെത്തുന്നത്. വെള്ളമില്ലാത്ത ദിവസങ്ങളിൽ നഗരസഭയിൽ നിന്നും വെള്ളം എത്തിച്ച് ടാങ്ക് നിറയ്ക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. ഇതിനു പുറമെ മറ്റൊരു ടാങ്ക് ആവശ്യമെങ്കിൽ പുതിയ ടാങ്ക് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. നിലവിൽ ഇവിടെ തൊഴിലെടുത്തിരുന്ന ജീവനക്കാരിയെ പറഞ്ഞുവിട്ടതായി ആക്ഷേപം നിലനിൽക്കുന്നുമുണ്ട്. എന്നാൽ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ ജീവനക്കാരുടെ സേവനം പൂർത്തിയായതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ആളെ നിയമിച്ചിട്ടുള്ളതെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു.
വനിതകളെ നമ്മൾ ഇതിന്റെ തൊഴിലുറപ്പിൽ അമൃത് പദ്ധതിയുടെ തൊഴിലുറപ്പിൽ പെടുത്തി നമ്മൾ 2 സ്ത്രീകളെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾക്ക് 100 പണി കഴിഞ്ഞതിന് ശേഷമാണ് അടുത്തയാളെ നിയോഗിച്ചത്. ടേക്ക് എ ബ്രേക്കിൽ വെള്ളമില്ലാത്തതിനാൽ ശുചിമുറികൾ വൃത്തിഹീനമായ നിലയിലാണെന്നും ശുചിമുറിക്കുള്ളിൽ ടാപ്പുകളും ബൾബുകളും ഇല്ല എന്നും കാണിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്വകാര്യ വ്യക്തി വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് LDF കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിക്കുകയും ടേക്ക് എ ബ്രേക്കിന് മുന്നിൽ സമരം നടത്തുകയും ചെയ്തിരുന്നു. സമരം നടന്നതിനെ തുടർന്നാണ് നഗരസഭാ അധികൃതർ ടേക്ക് എ ബ്രേക്ക് സന്ദർശിച്ചത്. ഈ ടേക്ക് എ ബ്രേക്ക് കഴിഞ്ഞ ദിവസം ഉപയോഗശൂന്യമല്ല എന്നും പറഞ്ഞ് ഇവിടെ ഒരു റെസിഡന്റ് അസോസിയേഷന്റെ സെക്രട്ടറി GB ഇവിടെ വന്ന ഒരു വാർത്ത നടത്തിയുണ്ടായി. സത്യത്തിൽ കൂത്താട്ടുളം മുനിസിപ്പാലിറ്റിയുടെ എല്ലാവരുടെയും 25 കൗൺസിലർമാരും കൂടി നേതൃത്വം കൊടുത്ത് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് ഈ ടേക്ക് എ ബ്രേക്ക്. അതുതന്നെയല്ല 24 മണിക്കൂറും സജ്ജമായി പ്രവർത്തിക്കുന്ന ഒരു ടേക്ക് എ ബ്രേക്കാണിത്. നമ്മൾ ഇത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുന്ന 2 സ്ത്രീകളെ നമ്മൾ ഇതിനെ നിയോഗിക്കുകയും ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി നിയോഗിക്കുകയും ഒരാളുടെ പണി 100 ദിവസം പിന്നിടുകയും കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത ആളെ എങ്ങനെ ദേഹോദരം ചെയ്യാം, എങ്ങനെ ആളെ ഇറക്കി വിടാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് നല്ല രീതിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ടേക്ക് എ ബ്രേക്കാണ്. അത് തന്നെയല്ല 2000 ലിറ്റർ വെള്ളം ഇവിടെ ആവശ്യത്തിനുണ്ട് താനും. കഴിഞ്ഞ ദിവസം ആ വ്യക്തി പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെള്ളമില്ല, ഭയങ്കര മണമാണ്, ഇവിടെ ആൾക്കാർ കയറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ സ്ത്രീകളാണ് ഇത് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈനംദിനമായിട്ട് എന്തെങ്കിലും പ്രവൃത്തികൾ ആവശ്യമുണ്ടെങ്കിൽ ആ സ്ത്രീകൾ നമ്മളെ വിളിച്ച് പറയുകയും നമ്മളത് ടേക്ക് ചെയ്ത് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. ഈ കഴിഞ്ഞ ദിവസം ഈ അമ്മണി ചേച്ചി എന്ന് പറയുന്ന ജോലി ചെയ്യുന്ന ആള് വെള്ളമില്ല എന്ന് എന്നെ വിളിച്ചു പറയുകയും അപ്പോൾ തന്നെ ഞാൻ വാർഡുമായി ബന്ധപ്പെട്ട് ആ വെള്ളം ഇവിടെ പുനഃക്രമീകരിക്കുകയും ചെയ്തതാണ്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ടാപ്പ് ഊരിക്കൊണ്ടുപോയി, ആരാണെന്നറിയില്ല, ടാപ്പ് ഊരിക്കൊണ്ടുപോയി ചേച്ചി അവിടെ ചെന്ന് പറയുകയും കണ്ടിജന്റ് ജീവനക്കാരനായ വിജയം വന്ന് ആ ടാപ്പ് ഇവർ ഫിറ്റ് ചെയ്യുകയും ചെയ്തതാണ്. ഈ 2 ദിവസം മുന്നേ ഞങ്ങൾക്ക് ഈ തോന്നാനുള്ള കാരണം ഒരാളൊരു കാര്യം പറയുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമല്ലോ. ഈ നല്ല രീതിയിൽ പോകുന്ന ഈ ടേക്ക് എ ബ്രേക്കിനെ ഭരണമാറ്റം എന്നും പറഞ്ഞ് കുറെ കുൽസിത ശ്രമങ്ങൾ, അതായത് ഇത് CPM-ന്റെയോ കോൺഗ്രസിന്റെ ഒന്നുമല്ല, ഇതിവിടെ വരുന്ന പൊതുജനങ്ങൾക്ക് വേണ്ടി നമ്മൾ തുറന്നു കൊടുത്തിരിക്കുന്നതാണ്. ഈ ടേക്ക് എ ബ്രേക്ക് എങ്ങനെ നശിപ്പിക്കാമെന്നും ഇതെങ്ങനെ കൂത്താട്ടുളം മുനിസിപ്പാലിറ്റി ഇകഴ്ത്തി കാണിക്കാമെന്നുമുള്ള ഒരു രീതിയിലാണ് ഈ GB എന്ന് പറയുന്ന ആള് ഈ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയുണ്ടായി. ഇതേപ്പറ്റി ഞങ്ങളിങ്ങനെ എന്നെ സംബന്ധിച്ച് ഞങ്ങളിങ്ങനെ UDF-നെ സംബന്ധിച്ച് ഞങ്ങളിങ്ങനെ ആവശ്യമില്ലാത്ത ഇടപെടാനുള്ളതല്ല. ഇത് നാട്ടുകാരെ അറിയുകയും ഇത് മനസ്സിലാക്കുകയും ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് നാട്ടുകാർ അറിയുകയും ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ കൗൺസിലർമാർ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. കൂത്താട്ടുകുളം നഗരസഭയിൽ ഭരണമാറ്റം ഉണ്ടായതിനു ശേഷം ഈ ടേക്ക് എ ബ്രേക്കിൽ ഇവിടെ ഇട്ടിരുന്ന ബൾബുകൾ പോകുന്നു, പുറത്തുള്ള ടാപ്പ് നശിപ്പിച്ചു കളയുന്നു. ഇവിടെ സൂചിപ്പിച്ചു, നിങ്ങൾക്ക് മനസ്സിലായി കാണും, വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ടാങ്കിലേക്ക് വരുന്നത് 2-3 ദിവസം ഗ്യാപ്പിട്ടാണ്. അപ്പോൾ ആ 3 ദിവസം ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് 3 ദിവസം ആവശ്യത്തിനുള്ള വെള്ളം ആ ടാങ്കിലുണ്ടാവും. പക്ഷേ ടാങ്ക് നിറഞ്ഞതിന് ശേഷം ആ പുറത്തുള്ള ടാപ്പ് പൊട്ടിച്ചു കളഞ്ഞാൽ അതിൽ കൂടി വെള്ളം ലീക്കാകുകയും ടാങ്ക് കാലിയാവുകയും ചെയ്യും. പിന്നെ വെള്ളം വരണമെങ്കിൽ 3 ദിവസം പിടിക്കും. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുകയും ആ സംഭവം ഉണ്ടായതിനു ശേഷം ഉടനെ തന്നെ ഒരാൾ ഇവിടെ വന്ന് അതിനെ സംബന്ധിച്ച് ബൈറ്റ് കൊടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണമാറ്റം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഇത് സംഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം, ഇത് ആരെങ്കിലും മനഃപൂർവ്വമായിട്ട് ചെയ്തതാണോ എന്നുള്ള ഒരു സംശയമുണ്ടാകാം. അത് റെസിഡൻസിന്റെ ഇവിടെ കോടതിയിലാണ്, റെസിഡൻസ് കണ്ടാണ്, അതായത് റെസിഡൻസിന്റെ ഭാരവാഹി അല്ലെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടെ മൊബൈലിൽ ഫോട്ടോ ഉണ്ട്. പിന്നെ അസമയത്ത് ഈ ജിബി എന്ന് പറയുന്ന റെസിഡൻസിന്റെ ആള് അസമയത്ത് ഈ ഇതിൽ നടക്കുന്ന ഫോട്ടോകൾ തെളിവുണ്ട്. ഈ തെളിവ് വെച്ച് പോലീസ് പരാതി കൊടുക്കും. ഇതിനകത്ത് മൊബൈലിൽ നമുക്ക് കണ്ടറിയാം. ഡേറ്റ് വേഷത്തിൽ കൈകൊണ്ട് കൊടുത്ത് ഈ ടേക്ക് എ ബ്രേക്കിന്റെ പുറകിലും ബാക്കിലുമായിട്ട്, അതായത് മുഴുവൻ സമയവും ഈ ടേക്ക് എ ബ്രേക്കിന് നടക്കുന്ന തെളിവ് കയ്യിലുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകും. എന്നിട്ട് ഈ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് സാമൂഹ്യ വിരുദ്ധരായ ആള് തള്ളി കളഞ്ഞാണ്. എന്നിട്ട് അവന് ഈ പോസ്റ്റ് ഇവിടെ വെള്ളമില്ല, ഈ ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റ് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ഈ ബോർഡും കൂടെ പൊക്കി പിടിച്ചത് കാണിച്ചിട്ടാണ് ഒരു ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടത്. അപ്പൊ ഇതിന്റെ നടപടി തീർച്ചയായിട്ടും ഇതിന്റെ നടപടി ഉണ്ടാവും. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൌസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം 40,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം
ജോൺസൺ, സൊമാനി, ഹെലിക്ക, ലെക്സസ്, ലിവാൻസ, മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം. പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വെയർസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം. വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർസ്, കൂത്താട്ടുകുളം. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ. പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെന്റർ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു.